മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യൻ്റെ വീട്ടിലോട്ട് ചികിത്സയ്ക്ക് പോകുന്ന ഉണ്ണിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നല്ല മനസ്സോടുകൂടി തന്നെ വേണം പോകാൻ, അതൊരു അമ്പലം പോലെയുള്ള സ്ഥലമാണെന്നും നിൻ്റെ കാലിൻ്റെ സ്വാധീനം തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ഇവളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്, സ്വന്തം കാലുകൾക്ക് ബലം നൽകുന്നത് അവനവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാണെന്നും അതുകൊണ്ട് ഞാൻ നിനക്കൊരു ജോലി തന്നതുപോലെ ഇനി എനിക്കതിനൊന്നും സാധിക്കില്ല. നീ തന്നെ നിൻ്റെ ഒരു ജോലി കണ്ടുപിടിച്ച് നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നീ തന്നെ നോക്കണമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോകുകയാണ് ഉണ്ണി. അതുകൊണ്ട് തോമസ് വൈദ്യൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴെങ്കിലും നിൻ്റെ മനസ്സും ശരീരം ഒന്ന് ശുദ്ധിയാക്കി തന്നെ വരാനെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ഉപദേശിച്ചു വിടുന്നു. പിന്നീട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ അവിടെ പ്രതാപനാണെങ്കിൽ ഇവരെ കാണുന്നു. അങ്ങനെ പ്രതാപനെ കാണുന്നതും ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, ആ മാർക്കോ ആണെങ്കിൽ എന്നെ തല്ലി ചതച്ച ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് കർക്കിടകമല്ലേ ഒന്ന് ഒഴിയാൻ വേണ്ടി വന്നതാണെന്നെല്ലാം പ്രതാപൻ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വാമദേവനും വരുന്നുണ്ട്. വാമദേവൻ വരുന്നതും ഇവരെ കാണുന്നതും വാമദേവൻ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നെല്ലാം വാമദേവന് തോന്നിപ്പോവുകയാണ്. പിന്നീട് വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ വാമദേവനാണെങ്കിൽ മേഘനാഥനെ കാറിൽ നിന്ന് ഇറക്കുന്നു. മേഘനാഥനെ കാണുന്നതും പ്രതാപനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, മോനെ നിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. നിനക്ക് ഇങ്ങനെയെല്ലാം പറ്റിയത് ഓർത്ത് എനിക്ക് വളരെ സങ്കടമാണ്. നീ നല്ല നീതിക്ക് നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നേനെ. സാരമില്ല, അതിനൊക്കെ ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് കരുണയോട് എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്നും ഒഴിവാക്കി തരാൻ പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, അയാളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ കൊലയാളികൾക്ക് തൂക്കുകയറ് കിട്ടിയാലും എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, എടാ നിൻ്റെ കാലുകൾക്ക് ഇപ്പോൾ സ്വാധീനമില്ല, അപ്പോൾ നിന്നെ നോക്കേണ്ടത് എൻ്റെ മോളായ കരുണയാണെന്നും അതുകൊണ്ട് കരുണയുടെ അച്ഛനെ രക്ഷപ്പെടാനായിട്ട് നീയൊന്ന് പ്രാർത്ഥിക്കടാ എന്നെല്ലാം പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണി അവിടെ നിന്നും പോകുന്നു. പിന്നീട് വാമദേവനോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, നീയും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് ഒഴിഞ്ഞിട്ടെല്ലാം പോകൂ, നമ്മുടെ രണ്ടുപേരുടെ ശരീരം ആ മാർക്കോ തല്ലി ചതച്ചതാണെന്നും അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, അതിനും കൂടിയാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. അതിനുശേഷം പ്രതാപൻ പോയതിനു ശേഷം വാമദേവൻ പറയുന്നുണ്ട്, ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾക്കിപ്പോൾ വരണ്ടായിരുന്നു എന്നെല്ലാം പറയുകയാണ്. പിന്നീട് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാനമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. താൻ ഇതുപോലത്തെ ഒരു അപരാധം ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു കുറ്റബോധം കൊണ്ട് തന്നെയാണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചിരിക്കുകയാണ് മഹി. പക്ഷേ അതേസമയം അങ്ങോട്ടേക്ക് കണ്ണൻ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്ന് ചോദിക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്ന്, കുഞ്ഞ് സന്തോഷത്തോടുകൂടെ കിടന്ന് ഉറങ്ങുകയാണെന്നെല്ലാം പറയുന്നുണ്ട്. ജാനമ്മ വന്ന് കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കിടത്തി ഉറക്കിയപ്പോൾ സന്തോഷകരമായിട്ട് കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണെന്നെല്ലാം പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കണ്ണേട്ട, ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ജാനമ്മേനെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ജാനമ്മ വന്ന് കുഞ്ഞിനെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ, അവരിൽ ഇത്തരം പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ, എത്രത്തോളം കുഞ്ഞുങ്ങളെ നോക്കി പരിചയമുള്ളതുമാണെന്നെല്ലാം പറയുന്നത് കേട്ട് ലേഖ പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല കണ്ണേട്ട, കണ്ണേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനെല്ലാം പറയുന്നു. പിന്നീട് കണ്ണൻ മഹിയുമായിട്ട് കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയ സമയത്ത് ലേഖ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ജാനമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്, കുഞ്ഞിനെ നോക്കാനായിട്ട് അവർക്ക് നല്ല വശമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ലേഖയാണെങ്കിൽ ദേഷ്യപ്പെടുന്നത് കണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അനന്തവും സംസാരിക്കുന്നു. നീ ഇങ്ങനെ തുടങ്ങല്ലേ ലേഖയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും ലേഖ ആകെ വല്ലാതെ ആകുന്നുണ്ട്. പിന്നീട് ലേഖയുടെ മുഖം കാണുമ്പോഴേക്കും അനന്തുവിനാകെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, നീ വിഷമിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴാണെങ്കിലും കുഞ്ഞിനെ വിട്ടുകൊടുക്കണം, അതുകൊണ്ട് നീ അധികം കുഞ്ഞിൻ്റെ അടുത്ത് ഇത്ര സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല. കണ്ണനും മഹിയുമായതുകൊണ്ട് മാത്രമല്ലേ നമ്മളെ കുഞ്ഞിനെ ഇത്രത്തോളം അടുത്ത് പെരുമാറാൻ പറ്റുന്നത്, അതുകൊണ്ട് നീ അതുമായിട്ട് പൊരുത്തപ്പെടണമെന്നെല്ലാം പറയുന്നത് കേട്ട് ലേഖയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. പിന്നീട് ജാനമ്മയുടെ ഫോണിലോട്ട് ജാനമ്മയുടെ മകൻ വിളിക്കുന്നത് കണ്ട് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ജാനമ്മ ഫോൺ എടുക്കുന്നു. അപ്പോഴേക്കും മകൻ ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ മഹാപാപം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ജാനമ്മയുടെ മകന്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് ആകെ സങ്കടമാണെന്നും
ആ രണ്ടമ്മമാരും അതിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നെല്ലാം പറയുമ്പോഴേക്കും ജാനമ്മയുടെ മകന് ദേഷ്യം വരുന്നു. ജാനമ്മയുടെ മകൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകനെയും മരുമകളെയും സ്നേഹിച്ചാൽ മതി, അതുകൊണ്ട് അധികം ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജാനമ്മയ്ക്കാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ വയ്ക്കുന്നു. അങ്ങനെ ജാനമ്മ ആകെ വിഷമത്തോടുകൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് തോമസ് വൈദ്യൻ്റെ ചികിത്സയ്ക്ക് ശേഷം തോമസ് വൈദ്യനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്, ഇന്നാളത്തെ പോലെ തന്നെ കുറച്ച് മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ വരും. ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വിഷങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ടും ഉണ്ണിയോടും പറയുന്നുണ്ട്, കാലിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എണീറ്റ് നടക്കാനായിട്ട് പറ്റുമെന്നെല്ലാം പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് എത്രയും പെട്ടെന്നൊന്ന് സംഭവിച്ചാൽ മാത്രം മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ജാനമ്മ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞ് പിന്നെ എണീറ്റിട്ടില്ല, നല്ല രീതിക്ക് തന്നെ കിടന്നുറങ്ങുകയാണെന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് മഹിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മഹിയും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ കുഞ്ഞ് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജാനമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ജാനമ്മയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും ആകെ വിഷമമാകുന്നുണ്ട്. കുഞ്ഞിന് രാത്രിയാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്നല്ലേ അവർ പറഞ്ഞത്, പിന്നെ എന്ത് പറ്റിയോ, കുഞ്ഞിന് ആകെ ഒരു ഇടങ്ങേറാണല്ലോ എന്നെല്ലാം ഓർത്ത് ജാനമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് നിന്നും കുഞ്ഞിനെ നോക്കുന്നുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നോർത്ത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.